ബാവർച്ചി ബിരിയാണി, ചോറും ഇച്ചിരി തൈരും, പിന്നെ ഇങ്ങനെ ഉള്ള ചിക്കന്, സോഫ്റ്റ് ബോൺലെസ് ചിക്കൻ മക്കളെ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് സവാള റെഡിയാക്കി വെക്കാം. ഇങ്ങനെ പറയുന്നത് അടിപൊളിയാണ്. ഒരു ചിക്കു ഷേക്ക്. ഹലോ, നമസ്കാരം. അപ്പോൾ നിങ്ങൾ കണ്ടു തുടങ്ങിയതുപോലെ ഞങ്ങളുടെ ഒരു സാറ്റർഡേ, സൺഡേ, മൺഡേ വ്ളോഗാണ് കേട്ടോ. ഇത് ഒരു ഈസ്റ്റർ വീക്കെൻഡിൻ്റെ വ്ളോഗ്. ആമിനെ കാണാൻ എക്സൈറ്റ്മെന്റ് എനിക്ക് കൊണ്ടുപോയിട്ടാണ്. ആമി നോക്കുന്ന ശബ്ദമായിരിക്കും. ആമി നീ എന്തൊക്കെ അറിയുന്നുണ്ടോ അവിടെ? അപ്പോൾ യെസ്, ആഫ്റ്റർ ലഞ്ച് ഞങ്ങൾ ഇവിടെ ഒരു അടുത്തൊരു പാർക്കിലോട്ട് വന്നതാണ്. ആമി ഇവിടെ സ്ലൈഡിലും സ്വിങ്സിലും ഒക്കെ ആയി കുറച്ച് സമയം ചിലവഴിച്ചു കേട്ടോ. അപ്പൊ എന്നൊക്കെ പറഞ്ഞാ പോരാ, കേറണം. എന്തെളുപ്പം, ഇതായാലും കഷ്ടാ. ആ കിടന്നു ഇവിടെ. ഇങ്ങോട്ട് വാ ബേബി, ഇതാ ഇങ്ങനെ പിടിച്ചു പിടിച്ച് വാ പൊന്നെ. പിടിക്കടി. ഒരാളും കാണത്തില്ല. ഇതൊരു ഫാമാണ്. ഓ, ഇവിടുത്തെ തന്നെ പാലുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാകും. ഇവിടുത്തെ പശുവിനെ കൊണ്ട് പാലെടുക്കും. ബബിൾസ് വേണോ എനിക്ക്? നമ്മള് മാംഗോയും ബട്ടർ പെക്കണം. അതങ്ങനെ വാങ്ങിച്ചേ. ബൂബും ഉണ്ട്. ആ CWB അത്രേ ഉള്ളോ? ABC പാടിയൊന്നും കൂടെ. കഴിഞ്ഞു. അമ്മ പാടണോ? ABCD. ഇത് നമ്മളിപ്പോ എന്തിനാ പോണെന്നറിയോ? ഈ ഒരു ഈസ്റ്റർ ബണ്ണീനെ കണ്ടോ? ഇവിടെ എഗ് ഹണ്ട് എന്ന് ഈ ചെറിയ പൂവുണ്ട്. പൂ കാണുന്നുണ്ടോ? അതാണ് മാഗ്നോളിയസ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഇപ്പൊ നമ്മള് ആമി പെണ്ണിനെ വെള്ളയും വെള്ളയൊക്കെ ഇടിച്ച് ഈസ്റ്റർ അല്ലേ എന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി ഈസ്റ്റർ കേട്ടാ. അപ്പൊ ഇവിടെ ഒരു ഈസ്റ്റർ ചർച്ചില് എഗ് ഹണ്ടിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ചെയ്യില്ല നമ്മള്, മറ്റേ ഈസ്റ്റർ എഗ്സിനെ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ ആമിക്കുട്ടീനെ ചെയ്യിക്കാൻ കൊണ്ടുപോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. അവര് എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യണത്. ഞങ്ങൾക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നോക്കാം. വാ, വേറെ ഒക്കെ നോക്കാം. ബുക്ക് വായിക്കാണോ? എന്താ ബുക്കിൽ പറയുന്നേ? കുട്ടിക്ക് സമയം പോണ്ടേ? ഓ, സമയം പോണ്ടേ. ഓക്കെ ആമി, ക്യാരി ഓൺ. ആമി എടി നോക്കുന്നില്ലടി. ആമി ഫോക്കസ്. ബുക്ക് തുറന്ന് പിടിച്ച ഫോട്ടോ നോക്കിയിരിക്കാന്നുണ്ട്. ഞാൻ പാടിയില്ല. മനസ്സിലായില്ലേ? ഓ, ശരിക്കും ചിത്രപാടിയാന്ന് വിചാരിക്കും. ജലദോഷമുണ്ട്, അതുകൊണ്ട് വിചാരിക്കത്തില്ല. അല്ലെങ്കിൽ മറത്തിയാണ്. ഇതാണ് ടെക്സസ് റോഡ് ഹൗസ് കേട്ടോ. നല്ല റോഡ് ഹൗസ് ആണ്. നല്ല ബീഫ് സ്റ്റേക്ക് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ ഇന്നിങ്ങോട്ട് വന്നു. കാരണം
ആമി പെണ്ണിന് ഇന്ന് അവിടെ ഈസ്റ്ററിന്റെ എഗ് ഹണ്ടിന് പോയായിരുന്നല്ലോ. അപ്പം അവിടെ നിന്ന് അവൾക്ക് കിഡ്സ് മെന്യു, ടെക്സസ് റോഡോസിന്റെ കിഡ്സ് മെന്യൂലെ ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു കൂപ്പൺ കിട്ടി. അപ്പൊ ഞങ്ങൾ ഓർത്തു ഇന്ന് തന്നെ കയറിയേക്കാം. അങ്ങനെ ഓർത്തിട്ട് ഞങ്ങൾ വന്നതാണ്. ഉണ്ണേട്ടന്റെ ഫേവറേറ്റ് സ്പോട്ടാ. ബീഫ് മലയാളിയുടെ വികാരമല്ലേ. സോക്സ് ഒക്കെ, ഹെയർ ബാൻഡ്, ഡക്കി, എന്തൊക്കെ കിട്ടിയെന്നൊക്കെ. നല്ല ഇപ്പൊ ഉണ്ടാക്കിയതാ, ഫ്രഷ്ലി കുക്ക്. ഇവിടുത്തെ ഒരു ബ്രെഡ് കിട്ടാറുണ്ട് ആദ്യം സ്റ്റാർട്ടറായിട്ട്. നല്ല രസമാണ്. നമ്മ ഭയങ്കര ഇഷ്ടമാണ്. ആമിക്കും ഇഷ്ടമായിരുന്നു ലാസ്റ്റ് ടൈം. പുളി ഉണ്ടോന്ന് സ്കാൻ ചെയ്യും മെനുവിന്. അമ്മ സ്കാൻ ചെയ്യാൻ പറയുന്നു. ഒരു കുഴപ്പമില്ല. നിങ്ങള് ആന്ന് പറയണത് എരിയുണ്ടോന്ന് ചോദിക്കണം. നാക്കും എരിഞ്ഞാല്. അപ്പൊ എന്നോട് ഇപ്പൊ ചോദിക്കാം വേണ്ടോ പുളിയുണ്ടോ എരിയുണ്ടോന്ന് ചോദിക്കാം. പുലി ഇത് ആമിക്ക് വരയ്ക്കാൻ മേടിച്ചതാണ്. പേടിച്ചല്ല, അവളൊന്നും ചെയ്യണില്ല. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വെച്ചിട്ടാ. ഇതിനെ ബാലഭൂമിയിലൊക്കെ ഇങ്ങനെ ആണല്ലേ, കുത്തുകൾ യോജിപ്പിക്കുക. താങ്ക് യു സർ. Everything okay? Good, good, thank you. ഇഷ്ടായ സൺകിസ്ഡ് ചാൾസ് റിവർ നമ്മൾ എത്തിയേ. പക്ഷെ ഇവിടത്തെ പ്രശ്നം എന്താ അറിയോ, പാർക്കിംഗ്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പാർക്കിംഗ് കിട്ടും എന്നാണ് നമ്മളിപ്പം വിചാരിച്ചിട്ടുള്ളത്. ഞാൻ കണ്ണൂര്. അങ്ങനെ നമ്മള് പാർക്കിംഗ് നേടി അലയുകയാണ്. ഞാൻ ഒരു സ്പ്രിംഗ് ബ്ലോസം പോലും കാണുന്നില്ല. സ്പ്രിംഗ് ബ്ലോസ് ഇതിപ്പോ സ്പ്രിംഗ് ആണല്ലോ. സ്പ്രിങ്ങില് നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ പൂക്കൾ വരും. മാഗ്നോളിയസ് ഒക്കെ വിരിഞ്ഞത് ഞാൻ കണ്ടു. നല്ലതാ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെറി ബ്ലോസം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ടൂലിപ്സും അങ്ങനെ കുറച്ച് പൂക്കൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് മിഡ് ഓഫ് ഏപ്രിലാണ് ഇവിടെ ബോസ്റ്റണിൽ ചെറിയ ബ്ലോസം കാണാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത്. നോക്കട്ടെ തിരക്കുണ്ടാവോ, പാർക്കിംഗ് കിട്ടുമോ എന്നൊക്കെ നോക്കണം. എത്തിണ്ട റിവർ ഉണ്ടാവും, കത്തിച്ചൊലിക്കുന്ന വെയിൽ, സൂര്യന്റെ കിരണങ്ങൾ തട്ടി പ്രതിഫലിക്കുന്നുണ്ട് വെള്ളത്തില്. കവി ഇതാണ് ചെറിയ ബ്ലോസം. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നമ്മള് പാർക്കിംഗ് കിട്ടാണ്ട് അലയുകയാണ് ഗൈസ്. നമ്മളെന്ത് ഇവര് പോന്ന ഈ സ്പ്രിംഗ് ബ്ലോസം കണ്ടേനാ കാണും, അല്ലെങ്കിൽ മാഗ്നോളിയസ് കണ്ടേനാ കാണും. സന്തോഷം. പാർക്കിംഗ് കിട്ടിയില്ല. ഇന്ന് ഫ്രീ പാർക്കിംഗ്. ഇന്ന് ബോസ്റ്റണിൽ ഇന്നലെയും ഫ്രീ പാർക്കിംഗ്, അതായത് ശനിയും ഞായറും. അവിടെ ഒരു ചേട്ടനില്ലേ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. റേസ് മീ ടു വിൻ എന്തോന്ന് പറഞ്ഞിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് പോസ്റ്റർ മേടിച്ചിട്ട്. മുന്നേടം പറഞ്ഞ് ഓടിയാലോ. സുന്ദരിയാണോ ബാബു? ആമിപ്പെണ്ണ് സുന്ദരിയാണോ? അങ്ങനെ പാർക്കിംഗ് കിട്ടിയിട്ടോ. അതിനിടയ്ക്ക് നമ്മൾ അവളെ കാറിൽ വെച്ച് ആമിനെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തു. പറ്റുമെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ട്. ആമിയുടെ 2nd ബർത്ത്ഡേ ആണല്ലോ വരുന്നത്.
അപ്പോൾ ഇത് ഈ പാലം ഇങ്ങനെ കടന്നിട്ട് അപ്പുറത്ത് പോകുന്നിടയ്ക്കാണ് ചാൾസ് റിവറുള്ള. അതിൻ്റെ അവിടെയാണ് കുറേയിലും ചെറിയ ബ്ലോസ് ഉള്ളത്. ഇവരും കണ്ടോ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അവിടെ ഫോട്ടോ എടുക്കാൻ ഉണ്ടായിരുന്നതാണേ. കണ്ട ഈ റോഡിന്റെ 2 സൈഡിലും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ചെറിയ ബ്ലോസം. പക്ഷെ ഇന്ന് നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു. ഇവിടെ കുറച്ച് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം എല്ലാവരും ഇങ്ങനെ സൈക്കിളൊക്കെ എടുത്ത് ഗ്രൂപ്പായിട്ട് പോണത്. നോക്ക് നിങ്ങൾ, ഈ വഴി മുഴുവൻ ഈ പൂങ്കാവനാണ്. പൂങ്കാവനം എന്ത് രസമാണെന്നറിയോ? ചെറിയൊരു തളിരും മണമുണ്ട്, തളിരും മണം. എങ്ങനെ പറയാം, അതുകൊണ്ട് നല്ല രസമുണ്ട്. ഒരു ഈവനിങ് വാക്കിനൊക്കെ അടിപൊളി. അപ്പോൾ ഇന്ന് ഈസ്റ്റർ ആയത് കാരണം ഈസ്റ്റർ ഡിന്നർ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നേ. ആറ്റ്ലി, ഏവക്കുട്ടി, ഗ്രീഷ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഡിന്നർ ഒരുക്കിയതായിരുന്നു. ചിക്കൻ സ്റ്റൂവും ബ്രെഡും ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും സാലഡും പ്രോൺസ് റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു മാരത്തൺ മൺഡേ ആണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദ ഫേമസ് ബോസ്റ്റൺ മാരത്തൺ. വേൾഡിൽ തന്നെ ഓൾഡസ്റ്റ് മാരത്തൺ ആയിട്ട് അറിയപ്പെടുന്നത് ഇത് ഈ ബോസ്റ്റൺ മാരത്തൺ ആണ് കേട്ടോ. 35,000 ആൾക്കാരാണ് ഇത്തവണ ബോസ്റ്റൺ മാരത്തണിൽ പങ്കെടുത്തത്. ആദ്യമായിട്ട് ഈ മാരത്തൺ ചെയ്തത് 1897 ഓടുന്നവർക്ക് ഒരു ക്ഷീണമില്ലല്ലോ. ഈ ബോസ്റ്റൺ മാരത്തൺ ഓടാൻ വേണ്ടിയിട്ട് വേറെ ഏതൊക്കെയോ മാരത്തൺ വിൻ ചെയ്യണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ അഞ്ചുകൂടെ ഒരു ബന്ധുണ്ട്, സ്നേഹച്ചിറ്റ എന്ന് പറഞ്ഞിട്ട്. അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ബോസ്റ്റൺ മാരത്തൺ കഴിഞ്ഞ് മാരത്തൺ കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ ഓടിയ പോലെയാ. മാരത്തണും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണേ. ഇന്നിപ്പോൾ മണ്ടയാ. അപ്പം ഇവിടെ പോകുന്ന വഴിക്ക് 2 കുതിരകൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നു. ആമി ഭയങ്കര കുതിര ഫാനാ. സംസാരിക്കുന്നുണ്ട് അവിടെ, ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. അപ്പം എന്തായാലും ബോസ്റ്റണിൽ നിന്നും 2 കുതിരകളോടൊപ്പം അമൃത സൈനിങ് ഓഫ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനിയൊന്നും കിടക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടാറ്റാ ബൈ ബൈ. ആമി ഒരു ബായ് പറഞ്ഞേ പ്രേക്ഷകരോട്.